ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓയിൽ ഫാമിനെ കുറിച്ചാണ്. കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ഭാരതീപുരത്ത് 1969 കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ്. 51% കേരളത്തിൻ്റെയും 49% കേന്ദ്രത്തിൻ്റെയും മുതൽ മുടക്കുള്ള ഒരു സംയുക്ത സംരംഭമാണ് ഇത്. 120 ഹെക്ടർ പ്രദേശത്ത് ആരംഭിച്ച കൃഷി ഇന്ന് 3646 ഹെക്ടറായി വ്യാപിച്ചു. യന്ത്രവൽക്കരണത്തിലൂടെ 4500 ടൺ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഫാക്ടറിയുടെ ഉൽപ്പാദനശേഷി 7000 ടണ്ണാണ്. കേരളത്തിൻ്റെ ഏക എണ്ണപ്പന കൃഷിപ്പാടമായിരുന്നു ഇത്. ഓയിൽ ഫാം ഒരു ഹെക്ടറിൽ 3 മുതൽ 5 ടൺ വരെ ആദായം നൽകുമ്പോൾ മറ്റ് എണ്ണ വിത്തുകൾ ശരാശരി ഒരു ഹെക്ടറിൽ 1 ടൺ എണ്ണയുടെ ആദായം മാത്രമാണ് നൽകുന്നത്. വാണിജ്യപരമായ റബ്ബർ, തെങ്ങ് പോലുള്ള കൃഷിയേക്കാൾ കാര്യക്ഷമതയേറിയതായിരുന്നു ഓയിൽ ഫാം. 1969 മുതൽ 1976 വരെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മൊത്തം 15000 ഏക്കർ മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പ്ലാന്റിംഗ് ആരംഭിച്ചു. ആദ്യ ഫാക്ടറി 1974 ഭാരതീപുരത്ത് സ്ഥാപിതമായി. പിന്നീട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള (PCK) യുടെ കീഴിൽ തൊടുപുഴ കേന്ദ്രമാക്കി എണ്ണപ്പന പ്ലാന്റിംഗ് ആരംഭിച്ചു. തന്മൂലം പനങ്കുലകളുടെ വരവ് കൂടി. അതിനാൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ഫാക്ടറി നിർമ്മിക്കുവാൻ ഓയിൽ ഫാം തയ്യാറായി. 1987 മുതൽ കമ്പനി ചെറിയ തോതിൽ ലാഭം കൈവരിക്കുവാനും തുടങ്ങി. 1992 മുതൽ കമ്പനിയുടെ അവതരണം മികവുറ്റതാക്കുകയും ചെയ്തു. പല പ്രേരണകളാലും തൊഴിലാളികളുടെ കഠിന പ്രയത്നങ്ങളാലും വില കുറവ് നടപടികളാലും കമ്പനി അത്ഭുതകരമായ വളർച്ചയാണ് ഉണ്ടായത്. 1998 19 കോടി രൂപയുടെ മുതൽ മുടക്കിൽ പുതിയ ഫാക്ടറി ആരംഭിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി EK നയനാർ ഉദ്ഘാടനമാണ് ചെയ്തത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൽപ്പാദന യന്ത്രശാല. എസ്റ്റേറ്റുകളിൽ നിന്നും OPDP കർഷകരിൽ നിന്നും ശേഖരിച്ച FFBകളാൽ ഉയർന്ന നിലവാരത്തിലുള്ള ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കമ്പനിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഓയിൽ ഫാം ഫീൽഡിങ്ങിൽ നിന്നും ശേഖരിക്കുന്ന പനങ്കുലകൾ ഫാക്ടറി മില്ലിൽ എത്തിച്ച് ലോഡിംഗ് റാമ്പിൽ ശേഖരിക്കുന്നു. അങ്ങനെ ശേഖരിക്കുന്ന പനങ്കുലകൾ ഗേജുകളിൽ നിറച്ച് സ്റ്റെറിലൈസറിൽ ആവശ്യമായ ആവി കൊടുത്ത് പുഴുങ്ങിയെടുക്കുന്നു. അതിനുശേഷം ടിപ്പറിൽ കയറ്റി കോൺവെയറിലേക്ക് മറിക്കുന്നു. ഇത് ടെഷറിൽ കയറ്റി കായ്കൾ പൊഴിച്ച് എടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പൊഴിച്ച് കായ്കൾ ഡൈജസ്റ്റിൽ കയറ്റി അരയ്ക്കുന്നു. ഇത് പിന്നീട് സ്ക്രൂ പ്രസ്സിൽ പ്രസ്സിംഗ് പ്രോസസ്സ് വഴി എണ്ണ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എണ്ണ ശുചീകരണത്തിനു ശേഷം 5000 മെട്രിക് ടൺ ശേഷിയുള്ള ടാങ്കുകളിലേക്ക് കയറ്റി സൂക്ഷിക്കുന്നു. പ്രസ് പ്രോസസ്സിനു ശേഷം ബാക്കി വരുന്ന നാരുകളും കായ്കളും മറ്റ് ഷെല്ലിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കായ്കൾ റിപ്പിൾ മിൽ ഉപയോഗിച്ച് പൊട്ടിക്കുന്നു. അവിടെ വെച്ച് കായ്കളുടെ തോട് വേർതിരിക്കും. അവ കേർണൽ പ്ലാന്റിലേക്ക് പോകുന്നു. കേർണൽ പ്ലാന്റിൽ സൂക്ഷിച്ചിരിക്കുന്ന കേർണൽ എക്സ്പെല്ലർ ഉപയോഗിച്ച് ആട്ടിയെടുക്കുന്ന ഈ എണ്ണയെ കേർണൽ ഓയിൽ എന്ന് വിളിക്കുന്നു. ഇത് പ്രധാനമായും ഗ്ലിസറിൻ, കോസ്മെറ്റിക്സ് എന്നിങ്ങനെയുള്ളവയുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഇവയാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു.